എപ്പിസോഡ് തുടങ്ങുന്ന തന്നെ നമ്മുടെ ചാനിനെയും അവൻ്റെ ഫ്രണ്ട്സിനെയും കൂടി ഗൂജൻ എന്ന് പറയുന്ന ഒരുത്തനും അവൻ്റെ ടീമും കൂടി വന്ന് എടുത്തിട്ട് അടിക്കുന്നത് കാണിച്ചുകൊണ്ടാണ്. അവിടേക്കാണെങ്കിൽ നമ്മളുടെ യോൻഗോയിലും പെട്ടെന്ന് വന്നായിരുന്നു. അവനാണെങ്കിൽ അവിടെ വന്ന് അടിക്കുന്നവന്മാരെ എല്ലാം അടിച്ച് ശരിയാക്കും. എത്രയൊക്കെ പറഞ്ഞാലും അവൻ നല്ല സങ്കടത്തിലായിരുന്നു. സത്യം പറഞ്ഞാൽ നമ്മുടെ ചാനിനിപ്പോൾ ബോധവും ഇല്ല. അവൻ്റെ പേര് വിളിക്കുമ്പോഴത്തേക്കും നമ്മുടെ ചാൻ പറയും, നീ ഒരുപാട് കിടന്ന് ബഹളം വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, എനിക്ക് യാതൊരു കുഴപ്പവും ഇല്ല എന്ന്. പെട്ടെന്ന് തന്നെ നമ്മുടെ യൂൻഗോയിൽ നോക്കുമ്പോൾ എന്താ അവിടെ 12 മണി കഴിഞ്ഞായിരുന്നു. അപ്പോൾ അവന് ഭയങ്കര സന്തോഷമാവും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ ഒരു ദിവസം പാസ്സായി കിട്ടിയല്ലോ. പെട്ടെന്ന് തന്നെ അവിടേക്ക് ഒരു ചെറുക്കൻ വന്നിട്ട് വിളിച്ചു പോവും, പോലീസ് വരുന്നു എന്ന്. ഇത് കേൾക്കുന്ന ആ ഡൂജിൻ്റെ ആൾക്കാരാണെങ്കിൽ വേഗം തന്നെ അവിടെ നിന്ന് ഓടിപ്പോവും. സത്യം പറഞ്ഞാൽ ഈ പോലീസ് വരുന്നെന്നും പറഞ്ഞിട്ട് വിളിച്ചു പോയിക്കൊണ്ടുവന്ന ചെറുക്കനില്ലേ, അവനാണെങ്കിൽ കള്ളം പറഞ്ഞതായിരുന്നു. നമ്മുടെ ഈ ചാനിൻ്റെ ഫ്രണ്ട്സ് എല്ലാവരോടും കണ്ടിട്ട് ചോദിക്കും, എവിടെയാ പോലീസ്, നമുക്ക് വേഗം വിടാം എന്ന്, രക്ഷപ്പെടാം എന്ന്. അപ്പോൾ ആ ചെറുക്കൻ വന്നിട്ട് പറയും, ഈ പോലീസൊന്നുമില്ല, ഞാൻ അവന്മാരെയൊക്കെ ഓടിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് കള്ളം പറഞ്ഞതാ എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവന്മാരവിടെ നിന്ന് പോകാനായിട്ട് ഒരുങ്ങുന്ന ആ ചെറുക്കൻ പറയും, അതായത് നാളെ രാവിലെ വാച്ച്മാൻ വരുമ്പം കണ്ട ഇവിടെ എല്ലാം നല്ല അലങ്കോലമായിട്ട് കിടക്കുമായിരിക്കും, അപ്പോൾ നിങ്ങൾക്ക് തന്നെ ആയിരിക്കും പ്രശ്നമാവാൻ പോകുന്നത്, അതുകൊണ്ട് ഇത് നീറ്റാക്കിയിട്ടിട്ട് പോയാൽ മതി എന്ന് പറയും. അങ്ങനെ നമ്മുടെ ചാനും യൂൻഗോയിലും അവൻ്റെ ഫ്രണ്ട്സ് എല്ലാവരോടും ചേർന്നിട്ട് ആ ഓഡിറ്റോറിയമൊക്കെ നല്ല നീറ്റാക്കി ഇടും. അടുത്ത ദിവസം രാവിലെ നമ്മുടെ ഈ വാച്ച്മാനില്ലേ, അയാളാണെങ്കിൽ കണ്ണു ഉറക്കുന്നതും പെട്ടെന്ന് തന്നെ ഞെട്ടിപ്പോയായിരുന്നു. അയാൾ വേഗം തന്നെ ഈ കോളേജിൻ്റെ ഓഡിറ്റോറിയം ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കയറി വരും. അവിടെ വരുമ്പോൾ എന്താ ഓൾറെഡി എല്ലാം നീറ്റാക്കി ഇട്ടേക്കുക. അവിടെയായിട്ട് ആ പോലീസ് വരുന്നു എന്ന് വിളിച്ച് പറഞ്ഞ ചെറുക്കനുണ്ട്. അവൻ പറയാം, ഇന്നലെ ആണെങ്കിൽ ഇവിടെ കുറച്ച് പൊടി ഉണ്ടായിരുന്നു, ഞാനതൊക്കെ വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് രാവിലെ വന്നതാ എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ ചാനും അവൻ്റെ ഫ്രണ്ട്സും എല്ലാവരും കൂടി പുറത്തോട്ട് ഇറങ്ങുന്നതാണ്. ചാനിനാണെങ്കിൽ ഇപ്പോൾ ചെറുതായിട്ട് പരിക്ക് പറ്റിയിട്ടുണ്ട്, എന്നാലും വലിയ സീരിയസ് ഒന്നുമല്ല. അവൻ്റെ മനസ്സിലാണെങ്കിൽ ഇപ്പോൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ യൂൻഗോലിനെ എങ്ങനെയാണ് അറിയാവുന്നത്, അവനെങ്ങനെ മനസ്സിലായി എനിക്ക് ആക്സിഡൻറ്റ് പറ്റാൻ പോവുക എന്ന്. യഥാർത്ഥത്തിൽ അവൻ പറയുന്നത് പോലെ തന്നെ അവൻ ഫ്യൂച്ചറിൽ നിന്ന് വന്നവനാണോ എന്നൊക്കെ അവന് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. എങ്കിലും നമ്മുടെ ചാനാണെങ്കിൽ യൂൻഗോലിൻ്റെ അടുത്ത് ഒന്നും ചോദിക്കത്തില്ല. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ ഈ ചാനും അവൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും കൂടി ഒരു സലൂൺ പോലത്തെ ഒരു സ്ഥലത്ത് പോയിട്ട് ഒരുമിച്ച് നിന്ന് കുളിക്കുന്നതാണ്. ഇവർക്ക് എല്ലാവർക്കും നല്ല ടെൻഷനുണ്ട്. അതായത് ഇവരുടെയൊക്കെ മുഖത്ത് ഈ പാടൊക്കെ കണ്ടു കഴിഞ്ഞാൽ വീട്ടുകാരൊക്കെ സീനാകത്തില്ലേ, അതുകൊണ്ട് തന്നെയാണ് അവന്മാരിപ്പോൾ വീട്ടിൽ പോകാതെ ഒരു സലൂണിൽ വന്ന് കുളിക്കെടുക്കുകയൊക്കെ ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ നമ്മളുടെ ഈ ചാനും യൂൻഗോയിലും ഇല്ലേ, ഇവന്മാർ രണ്ടുപേരും കണ്ണാടിയുടെ മുമ്പിൽ നിന്നിട്ട് സെയിം കണക്കുള്ള ആക്ഷൻസൊക്കെ കാണിക്കുന്നത്. അതായത് രണ്ടുപേരും ട്വിൻ ബ്രദേഴ്സിനെ പോലെ. ഇത് കാണുന്നത് നമ്മുടെ ചാനിനെ വീണ്ടും ഡൗട്ട് അടിക്കാൻ തുടങ്ങും. അവനാണെങ്കിൽ നമ്മുടെ യൂൻഗോയിൻ്റെ അടുത്ത് ചോദിക്കും, എനിക്കാണെങ്കിൽ കുറേ നേരമായിട്ടേ ഉള്ള ഡൗട്ടാണ്, സത്യം പറ, നീ പറഞ്ഞതുപോലെ നീ ഫ്യൂച്ചറിൽ നിന്ന് വന്നവൻ വല്ല ആണോ, നിനക്ക് എങ്ങനെയാണ് മനസ്സിലായത് എനിക്ക് ആക്സിഡൻറ്റ് പറ്റാൻ പോവുക എന്ന്, എനിക്കെന്തോ ഇപ്പോൾ ഭയങ്കര വിയേർഡായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറയും. ഇതൊക്കെ കേൾക്കാതെ നമ്മുടെ യൂൻഗോയിൽ ഇങ്ങനെ വിചാരിക്കും, എന്തൊക്കെയായിരുന്നാലും ഞാൻ എൻ്റെ അച്ഛൻ്റെ ആക്സിഡൻറ്റിനെ അവോയ്ഡ് ചെയ്തല്ലോ, ഇനിയിപ്പോൾ അച്ഛനെ ഓരോന്നൊക്കെ പറഞ്ഞ് കൺഫ്യൂഷൻ ആക്കേണ്ട യാതൊരു കാര്യവുമില്ല. അപ്പോൾ നമ്മുടെ യൂൻഗോയിൽ പറയും, അത് ഞാൻ നിൻ്റെ അടുത്ത് ചുമ്മാ കള്ളം പറഞ്ഞതാ, എനിക്ക് അച്ഛനും അമ്മയുണ്ട്, അവർ പുറത്തൊരു സ്ഥലത്താണ്, ഞാനാണെങ്കിൽ ഉടനെ തന്നെ അവരെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവും. എനിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനൊരു ജസ്റ്റ് 6th സെൻസ് കിട്ടി, അതിൻ്റെ പേരിലാണ് ഞാൻ നിൻ്റെ അടുത്ത് വന്നിട്ട് നിനക്ക് ആക്സിഡൻറ്റ് ആവുമെന്ന് പറഞ്ഞതെന്നൊക്കെ പറയും. ഇത് കേൾക്കുന്നേ നമ്മളുടെ ചാനാണെങ്കിൽ ഇവനെ വെച്ചേക്കോ, ഇവനെ എടുത്തിട്ട് അടിക്കാനൊക്കെ തുടങ്ങും. ഇങ്ങനെ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും കളിച്ചുകൊണ്ടിരിക്കുന്നത് പെട്ടെന്ന് നമ്മുടെ യൂൻഗോലിന് ഒരു കാര്യം ഓർമ്മ വരും. എന്തുവാന്ന് വെച്ച് കഴിഞ്ഞാലേ, ഇവനാണെങ്കിൽ നമ്മളുടെ സിയോങ്ങിൻ്റെ കൂടെ സിനിമയ്ക്ക് പോകാൻ നേരത്ത് പെട്ടെന്ന് അവളെ അവിടെ ഇട്ടിട്ടല്ലായിരുന്നു ഒരു വാക്ക് പോലും പറയാണ്ട് അവിടെ നിന്ന് ഇറങ്ങി ഇങ്ങ് വന്നത്. പെട്ടെന്ന് തന്നെ നമ്മളുടെ യൂൻഗോയിലാണെങ്കിൽ ചാനൽ പറയും, ഞാൻ ഇപ്പോൾ വരാവേന്ന് പറഞ്ഞിട്ട് അവൻ വേഗം തന്നെ അവിടെ നിന്ന് ഓടി അങ്ങ് പോകും. എന്നിട്ട് അവൻ നേരെ വരുന്ന നമ്മുടെ സിയോങ്ങിൻ്റെ വീട്ടിലാണ്. അവിടെ വന്നിട്ട് അവനാണെങ്കിൽ നമ്മുടെ സിയോങ്ങിനെ ഒരുപാട് കിടന്ന് വിളിക്കും, എന്നാൽ അവൾ മൈൻഡ് കൂടി ചെയ്യത്തില്ല. പെട്ടെന്ന് തന്നെ നമ്മളുടെ യൂൻഗോയിലാണെങ്കിൽ സിയോങ്ങിനെ ഫോണിൽ വിളിക്കും. എന്നിട്ട് പറയും, നീ എന്നോട് ക്ഷമിക്കണം, എൻ്റെ സിറ്റുവേഷൻ അങ്ങനെ ആയിപ്പോയി, ഭയങ്കര അർജൻറ്റായിട്ടുള്ളൊരു കാര്യം വന്നിട്ടാണ് ഞാൻ നിൻ്റെ അടുത്ത് പറയാതെ വേഗം ഇറങ്ങിപ്പോയത്, നീ എന്നോട് ക്ഷമിക്കത്തില്ലേ, എൻ്റെ സിറ്റുവേഷൻ ഇപ്പോൾ ഞാൻ എങ്ങനെയാണ് നിനക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരണ്ടേന്ന് കൂടി എനിക്കറിയത്തില്ല, പറഞ്ഞാലും നീ വിശ്വസിക്കുമെന്നും എനിക്കറിയത്തില്ല എന്ന് പറഞ്ഞിട്ട് നമ്മളുടെ യൂൻഗോയിൽ ഒരുപാട് സംസാരിക്കും. എന്നാൽ ഇതൊക്കെ കേൾക്കുന്നേ നമ്മുടെ സിയോങ് ആണെങ്കിൽ റിപ്ലൈ ഒന്നും കൊടുക്കത്തില്ല. അവൾ വേഗം തന്നെ ഫോൺ അങ്ങ് കട്ട് ചെയ്യും. എന്നിട്ട് അവൾ സ്വന്തമായിട്ടിരുന്ന് പറയും, നിനക്കറിയത്തില്ല, എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്തൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ ആൾക്കാർ അബാൻഡൻ ചെയ്യുന്നതാണ്. അതായത് ഇവളെയാണെങ്കിൽ ഇവളുടെ അച്ഛനും അമ്മയൊക്കെ ഉപേക്ഷിച്ചിട്ടല്ലേ നിൽക്കുന്നത്. അവൾ അങ്ങനെ ഭയങ്കര ഹേർട്ടായി പറയും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ യൂൻഗോയിലാണെങ്കിൽ യൂനിയുടെ വീട്ടിലായിട്ട് വരുന്നതാണ്. അവിടെ വരുന്നതും ആ സ്കൂളിൻ്റെ പ്രിൻസിപ്പളില്ലേ, അവരാണെങ്കിൽ നമ്മളുടെ യൂൻഗോലിനെ പിടിച്ചിരുത്തി നല്ലതുപോലെ വഴക്ക് പറയും. എന്നിട്ട് പറയും, മര്യാദയ്ക്ക് എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോക്കണം, നിനക്കിവിടെ നിൽക്കാനുള്ള യാതൊരു യോഗ്യതയും ഇല്ല, അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറയും. ഇതൊക്കെ കേൾക്കുന്നത് നമ്മുടെ യൂൻഗോയിൽ അതൊക്കെ സമ്മതിച്ചു കൊടുക്കുമെന്നാണോ. അവൻ പറയും, പറ്റത്തില്ല, ഞാനിവിടെ തന്നെ കാണൂ എന്ന്.
എന്നാൽ ഈ പ്രിൻസിപ്പൽ ലേഡി പറയും നിനക്കാണെങ്കിൽ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നിനക്ക് എന്തെല്ലാം നാശമാണ് പറ്റാൻ പോകുന്നതെന്ന് നിനക്ക് പോലും അറിയത്തില്ല എന്ന്. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നേ പെട്ടെന്ന് തന്നെ നമ്മുടെ ആ ചെയർമാൻ അവിടേക്ക് വരും. അയാൾ വന്നിട്ട് ചോദിക്കും, അല്ല നീ ഇവൻ്റെ അടുത്ത് എന്തുവായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഇവൻ ഇവിടെ തന്നെ കാണും, ഇവനെ പറഞ്ഞു വിടാമെന്ന് നീ വിചാരിക്കുകയൊന്നും വേണ്ട എന്ന് പറയും. എന്നും പറഞ്ഞിട്ട് നമ്മുടെ ഈ ചെയർമാൻ ആണെങ്കിൽ യൂൻഗോലിനെ വിളിച്ചുകൊണ്ട് അയാളുടെ ക്യാമ്പിലായിട്ട് ചെല്ലും. എന്നിട്ട് അയാൾ പറയും, ഞാനാണെങ്കിൽ നമുക്ക് രണ്ടുപേർക്കും ഇടയിൽ മുമ്പുണ്ടായിരുന്ന ആ ഒരു എഗ്രിമെൻറ്റിലെ അത് ബ്രേക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ആ എഗ്രിമെൻറ്റിനെ 1 മാസം കൂടി നീട്ടണം എന്ന ആഗ്രഹം. കാര്യം എന്താണെന്ന് വെച്ചാൽ നീ പറഞ്ഞതുപോലെ തന്നെ ഞാൻ എൻ്റെ മോളുടെ ചിരി കണ്ടായിരുന്നു, എനിക്കത് നല്ലതുപോലെ ഇഷ്ടമായി. പക്ഷേ ഞാൻ നിനക്ക് 1 മാസം സമയം കൂടി തരാം. നീയാണെങ്കിൽ അവൾ എൻ്റെ മുഖത്ത് നോക്കി ചിരിക്കുന്നത് പോലെ ആക്കി തരണം. ഇത് കേൾക്കുന്നേ നമ്മുടെ യൂൻഗോയിലൊന്ന് ജസ്റ്റ് ഒന്ന് ആലോചിക്കും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാളും അയാളുടെ മോളും തമ്മിൽ അത്ര നല്ല ടേംസിലൊന്നും അല്ലല്ലോ. എങ്കിലും നമ്മുടെ യൂൻഗോയിൽ പറയും, ഞാൻ എൻ്റെ മാക്സിമം അതിന് ട്രൈ ചെയ്യാമെന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന അടുത്ത ദിവസം രാവിലെ നമ്മളുടെ സിയോങ് ആണെങ്കിൽ അവളുടെ ബെസ്റ്റ് ഫ്രണ്ടായിട്ടുള്ള ആ നമ്മുടെ ചെയർമാൻ്റെ മോളില്ലേ അവളുമായിട്ട് നടന്നു വരുന്നതാണ്. അവളാണെങ്കിൽ ഇങ്ങനെ നമ്മുടെ സിയോങ്ങിൻ്റെ അടുത്ത് ചോദിക്കും, അല്ല നീ ആരടുത്തായിരിക്കും ഇഷ്ടമാണെന്ന് പറയാൻ പോകുന്നേ എന്ന്. ഇതൊക്കെ കേൾക്കുന്നേ നമ്മുടെ സിയോങ് പറയും, നീ എന്തായിരുന്നാലും വെയിറ്റ് ചെയ്തിരുന്ന് കണ്ടാൽ മതി. അങ്ങനെ ഇവർ സംസാരിച്ചിട്ട് അങ്ങോട്ട് നടന്നു വരുന്നതും അവളുടെ ഓപ്പോസിറ്റായിട്ട് നമ്മുടെ യൂനെയും അതേപോലെ തന്നെ യൂൻഗോയിലും നടന്നു വരും. പെട്ടെന്ന് തന്നെ യൂൻഗോലിനെ കാണുന്നേ നമ്മുടെ സിയോങ് മൈൻഡ് ചെയ്യത്തില്ല. അവളാണെങ്കിൽ സംസാരിക്കുന്നത് മൊത്തവും നമ്മുടെ യൂനടുത്താണ്. ഇത് കാണുന്നതും നമ്മുടെ യൂൻഗോയിലിനങ്ങ് ഒരുമാതിരിയാവും. അവനാണെങ്കിൽ ഈ സിയോങ് അവിടെ നിന്ന് മാറി നടന്നു പോകുന്നേയും അവനിവളുടെ പുറകെ നടന്നിട്ട് സംസാരിക്കാൻ നോക്കും. എന്നിട്ട് പറയും, നിനക്ക് എന്നോടൊന്നും ക്ഷമിച്ചൂടെ, നീ എന്തിനാ ഇങ്ങനെയൊക്കെ കാണിക്കുന്നേ എന്ന്. അപ്പോഴും നമ്മുടെ സിയോങ് പറയും, ഞാൻ എന്ത് കാണിച്ചു എന്നാ, എനിക്ക് നിന്നോട് സംസാരിക്കാൻ യാതൊരു താല്പര്യവും ഇല്ല. എൻ്റെ അച്ഛനും അമ്മയും പണ്ട് എന്നെ അബാൻഡൻ ചെയ്തിരുന്നു, അതേപോലെ തന്നെ നീ ഇന്നലെ എന്നോട് കാണിച്ചത് എനിക്കതൊരിക്കലും മറക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് പോകാനായിട്ടിരുങ്ങും. പെട്ടെന്ന് തന്നെ നമ്മുടെ യൂൻഗോയിലാണെങ്കിൽ അവളെ പിടിച്ചു നിർത്തി ചോദിക്കും, അപ്പോൾ നീ എന്തോ തീരുമാനിച്ചേക്കുന്നേ? ആ ഒരു പ്രോഗ്രാം വന്നു കഴിഞ്ഞാൽ നീ ചാനിനെ ചൂസ് ചെയ്യുമെന്നാണോ? ഇത് കേൾക്കുന്നേ സിയോങ് പറയും, അതും നീയും തമ്മിൽ എന്താ ബന്ധം? നീ അതിനകത്ത് തലയിടേണ്ട യാതൊരു ആവശ്യമില്ല, അതെൻ്റെ തീരുമാനമോ, ഞാനത് എടുത്തോളാം എന്ന്. അങ്ങനെ നമ്മുടെ സിയോങ് പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് പിണങ്ങി എങ്ങോ പോവും. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ യൂന ഉണ്ടല്ലോ, അവൾ നമ്മുടെ സിയോങ്ങിൻ്റെ പുറകെ വന്നിട്ട് അവളുടെ അടുത്ത് സംസാരിക്കാൻ വേണ്ടി ഒരുങ്ങും. പെട്ടെന്ന് തന്നെ സിയോങ് പറയും, നീ അന്ന് എൻ്റെ അടുത്ത് ചോദിച്ചില്ലായിരുന്നോ ഞാൻ ആരെയായിരിക്കും ചൂസ് ചെയ്യുന്നതെന്ന്? അപ്പോൾ സിയോങ് അവിടെ പറയും, ഞാൻ ചാനിനെയാണ് ചൂസ് ചെയ്യാൻ പോകുന്നേ എന്ന്. ഇത് കേൾക്കുന്നേ നമ്മുടെ യൂന ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആയിരുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾക്ക് നമ്മുടെ ചാനിനെ ഭയങ്കര ഇഷ്ടമല്ലേ. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ ചാനും അവൻ്റെ ടീമും കൂടി ചേർന്നിട്ടേ ഒരു വണ്ടിക്കകത്ത് വന്നിട്ട് ഇവൻ്റെ പോസ്റ്റേഴ്സും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും നല്ലതുപോലെ കൊടുക്കുന്നതാണ്. അവിടെയാണെങ്കിൽ ഇവരുടെ ഈ ഒരു ബാൻഡിൻ്റെ പ്രൊമോഷൻ ചെയ്യുമായിരുന്നു. പെട്ടെന്ന് തന്നെ അവിടേക്ക് നമ്മുടെ യൂന നടന്നു വരുന്നത് കാണും. ഇത് കാണുന്നേ ചാനാണെങ്കിൽ ഇറങ്ങി വന്നിട്ട് അവളുടെ അടുത്ത് സംസാരിക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങും. എന്നിട്ട് അവൻ ചോദിക്കും, നീ നാളത്തെ പ്രോഗ്രാം കാണാൻ അവിടേക്ക് വരത്തില്ലേ എന്ന്. ഇത് കേൾക്കുന്നേ നമ്മുടെ യൂനയാണെങ്കിൽ ഭയങ്കര സങ്കടത്തിലായിരുന്നാലും വരുമെന്ന് കള്ളം പറയും. യഥാർത്ഥത്തിൽ ഇപ്പോൾ യൂനയ്ക്ക് നന്നായിട്ട് അറിയാലോ നമ്മുടെ സിയോങ് ആരെയാണ് ചൂസ് ചെയ്യാൻ പോകുന്നത് എന്ന്. അവളത് അറിഞ്ഞു വെച്ചുകൊണ്ട് തന്നെ നല്ല സങ്കടത്തിലായിരുന്നു. എന്നിട്ട് അവളാണെങ്കിൽ നമ്മുടെ ചാനിന് ഒരു ഗിഫ്റ്റ് കൊടുക്കും. അതിനകത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ഈ ലോഗോ എഴുതിയിട്ടുള്ള ഒരു ചെയിൻ അല്ലെങ്കിൽ ഒരു പെഡൻഡൻ്റ് പോലത്തെ ഒരു സംഭവമാണ്. ഇത് കാണുന്നത് നമ്മുടെ ചാനിന് ഭയങ്കര ഇഷ്ടമാവും. അവനാണെങ്കിൽ പറയും, ഓക്കെ ഞാനിത് എൻ്റെ ഗ്രൂപ്പിലുള്ള എല്ലാവർക്കും കൊടുക്കാം എന്ന്. അങ്ങനെ നമ്മുടെ ചാൻ അവിടെ നിന്നും പോവും. സത്യം പറഞ്ഞാൽ അവൻ അവിടെ നിന്ന് പോകുന്നത് നമ്മളുടെ യൂനിയാണെങ്കിൽ കരഞ്ഞുകൊണ്ട് അകത്തോട്ട് പോകുന്നത്. അവളാണെങ്കിൽ നമ്മുടെ ചാൻ്റെ അടുത്ത് ഓൾറെഡി കള്ളം പറഞ്ഞേക്കുന്നത് തന്നെ അവൾക്കൊരു ക്ലാസ് ഉണ്ട് എന്നൊക്കെയാണ്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന അടുത്ത ദിവസമാണ്. അവിടെയാണെങ്കിൽ നമ്മുടെ ചാനും അവൻ്റെ ടീംമേറ്റ്സും എല്ലാവരും കൂടി ചേർന്നിട്ടേ അവരുടെ കുറേ സാധനങ്ങളൊക്കെ ഇങ്ങനെ കൊടുക്കാൻ വേണ്ടിയിട്ട്, അതായത് വിൽക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ബാൻഡിന് വേണ്ടിയിട്ടുള്ള ഫണ്ടും കാര്യങ്ങളൊക്കെ ഇറക്കണ്ടേ, അതിന് വേണ്ടിയിട്ടാണ്. ഇതിനകത്ത് അവരുടെ ഫോട്ടോസ്, ഇവരുടെ ടീഷർട്ട്, അതേപോലെ തന്നെ നമ്മുടെ യൂന കൊടുത്ത പെഡൻഡൻ്റ് പോലത്തെ സംഭവങ്ങൾ ഇതെല്ലാം അവർ വെച്ചിട്ടുണ്ട്. എന്നാൽ ഒറ്റ മനുഷ്യൻ പോലും അത് വാങ്ങിക്കാൻ വന്നിട്ടില്ല. പെട്ടെന്ന് തന്നെ നമ്മുടെ ചാനാണെങ്കിൽ അവൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ വന്നിട്ട് പറയും, യൂനെ ഇന്ന് പാട്ട് കേൾക്കാൻ വരാമെന്നാണ് പറഞ്ഞത്. അവളാണെങ്കിൽ ഒരു ഗിഫ്റ്റും തന്നിട്ടുണ്ടെന്നും പറഞ്ഞിട്ട് ഇവനാണെങ്കിൽ ഈ ചുട്ടി കണക്കുന്ന സംഭവമില്ലേ അതെടുത്ത് കഴുത്തിലായിട്ട് ഇട്ടിട്ട് അവൻ ഭയങ്കര ഹാപ്പി ആയിട്ട് നിൽക്കും. പെട്ടെന്ന് തന്നെ അവിടെയുള്ള കുട്ടികളൊക്കെ വന്നിട്ട് പറയും, അതെ നമ്മുടെ ഈ സിയോങ് പഠിക്കുന്ന സ്കൂളിൽ നിന്ന് ഒറ്റ കുട്ടികൾ പോലും വന്നിട്ടില്ല എന്ന്. അവർക്ക് എല്ലാവർക്കും ഇന്ന് എന്തോ സ്പെഷ്യൽ ക്ലാസ് എന്തോ ഉണ്ട്. ഇത് കേൾക്കുന്നേ നമ്മുടെ ചാനങ്ങ് ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആവും. അവൻ പറയും, എന്നാലും ഞാൻ അവൾക്ക് വേണ്ടിയിട്ടല്ലേ പാട്ട് പാടാൻ വേണ്ടിയിട്ട് പോകുന്നത്, എന്നിട്ട് അവളില്ലെങ്കിൽ ഇപ്പോൾ എങ്ങനെയാ എന്ന്. ഇത് കേൾക്കുന്നേ നമ്മുടെ യൂൻഗോലിന് നല്ല സന്തോഷമാവും കേട്ടോ. അവരിങ്ങനെ സന്തോഷം ഉണ്ടിരിക്കുന്നത് പെട്ടെന്ന് തന്നെ കുട്ടികളൊക്കെ കിടന്ന് ഭയങ്കരമായിട്ട് ബഹളം വെക്കാൻ തുടങ്ങും. അതായത് സിയോങ് വന്നേ എന്ന്. വന്ന് നോക്കുമ്പോൾ ഇത് നമ്മുടെ സിയോങ് തന്നെയാണ്. ഇത് കാണുന്നേ നമ്മുടെ യൂൻഗോയിൽ ഭയങ്കര ഷോക്കാവും. അവനാണെങ്കിൽ എങ്ങനെയെങ്കിലും ഇവള് വരരുതേ എന്നാ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ സിയോങ് വന്നിട്ട് ചാൻ്റെ അടുത്തൊക്കെ സംസാരിക്കാൻ ഒരുങ്ങും. നമ്മുടെ യൂൻഗോയിൽ അവളുടെ മുമ്പിൽ വന്ന് സംസാരിക്കാനൊക്കെ നോക്കും. എന്നാൽ നമ്മുടെ സിയോങ് ആണെങ്കിൽ അവനെ മൈൻഡ് പോലും ചെയ്യത്തില്ല. പെട്ടെന്ന് തന്നെ നമ്മുടെ സിയോങ് വന്നിട്ട് ഈ ചാൻ്റെയൊക്കെ ഷോപ്പിൽ വന്ന് കുറേ സാധനങ്ങൾ വാങ്ങിക്കും. അതായത് അവൻ്റെ ടീഷർട്ട്, അവൻ്റെ ഫോട്ടോസ് എല്ലാം. ഇതിനകത്താണെങ്കിൽ അവൾ ബാൻഡിലുള്ള ബാക്കി എല്ലാവരും
ഫോട്ടോസ് വാങ്ങിക്കും. എന്നാൽ നമ്മുടെ യൂൻഗോലിൻ്റെ ഫോട്ടോ മാത്രം അവൾ മൈൻഡ് പോലും ചെയ്യത്തില്ല. അങ്ങനെ ഇവർ കുറേ ഗെയിമും കാര്യങ്ങളൊക്കെ കളിക്കും. സത്യം പറഞ്ഞാൽ ഇതെല്ലാം ഭയങ്കര എൻജോയ് ചെയ്യുന്ന ടൈപ്പായിരുന്നു കേട്ടോ. അങ്ങനെ അവസാനം പാട്ട് പാടുന്ന ആ ഒരു സിറ്റുവേഷൻ വരും. എല്ലാവരും ഇവിടെ സ്റ്റേജിലായിട്ട് വെയിറ്റ് ചെയ്യുവാണ്. നമ്മുടെ സിയോങ്ങും വന്നിരിപ്പുണ്ട്. അവളുടെ ഫ്രണ്ട് വന്നിട്ട് ഇവിടെ അടുത്ത് ചോദിക്കും, അല്ല നീ ആണെങ്കിൽ ഇവിടെ പാട്ട് കേൾക്കാൻ വരുന്ന കാര്യം എന്തുകൊണ്ടാണ് എൻ്റെ അടുത്ത് പറയാഞ്ഞേ എന്ന്. അങ്ങനെ അവരാണെങ്കിൽ പ്രോഗ്രാമൊക്കെ കാണാൻ വേണ്ടിയിട്ട് തുടങ്ങും. അപ്പോഴാണെങ്കിൽ നമ്മളുടെ ചാനും അതേപോലെ തന്നെ യൂൻഗോലൊക്കെ നല്ല കിടിലമായിട്ടാണ് കേട്ടോ പാട്ട് പാടുന്നത്. യൂൻഗോയിൽ നല്ല കിടിലമായിട്ട് ഗിത്താറും വായിക്കും. സത്യം പറഞ്ഞാൽ നമ്മുടെ സിയോങ് ആണെങ്കിൽ ശ്രദ്ധിക്കുന്നത് മൊത്തം നമ്മുടെ യൂൻഗോലിനെ തന്നെ. പെട്ടെന്ന് തന്നെ അവളുടെ അടുത്തിരിക്കുന്ന ആ കൂട്ടുകാർ ചോദിക്കും, അല്ല ഇത് അതേ ചെറുക്കൻ തന്നെ അല്ലേ അന്ന് ഡൂജിൻ്റെ കൂടെ പെർഫോം ചെയ്ത ചെറുക്കൻ? ഇത് കേൾക്കുന്നേ നമ്മളുടെ സിയോങ് ആണെങ്കിൽ ഭയങ്കര ഷോക്കാകും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡൂജിൻ എന്നുള്ള പേര് വേറെ അതേയല്ല, അവളുടെ അച്ഛൻ്റെ തന്നെ പേരാണ്. അപ്പോൾ നമ്മുടെ സിയോങ് ആണെങ്കിൽ വേഗം അവളുടെ കൂട്ടുകാർ ചോദിക്കും, നീ ഇപ്പോൾ ആരെ കാര്യം പറഞ്ഞ, ഏത് ചെറുക്കൻ്റെ പേരാണ് പറഞ്ഞത്? ഇത് കേൾക്കുന്ന അവളുടെ കൂട്ടുകാരി പറയും, അത് വേറെ ആരുമല്ല നിന്റെ ഫിയാൻസി ആയിട്ടുള്ള ഡൂജിൻ. അവരാണെങ്കിൽ നിനക്ക് വേണ്ടിയിട്ടൊരു ബാൻഡ് തന്നെ ഫോം ചെയ്തില്ലായിരുന്നോ? അവൻ നല്ലൊരു പാട്ടുകാരനല്ലേ എന്നൊക്കെ അവൾ ഇങ്ങനെ പറയും. ഇത് കേൾക്കുന്നേ നമ്മുടെ സിയോങ് ഭയങ്കരമായിട്ട് ഷോക്കായി പോയായിരുന്നു. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സിയോങ് ആണെങ്കിൽ ഇത്രയും നാളും അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന അവളുടെ അമ്മയുടെ ഫസ്റ്റ് ലവ് എന്ന് പറയുന്നത് വേറെ ആരും അവളുടെ അച്ഛൻ തന്നെയാണ്. അതായത് അവളുടെ അമ്മ കല്യാണം കഴിച്ച് ഡിവോഴ്സ് ആയ ആള്. ഇത് ആലോചിച്ചിട്ട് നമ്മുടെ സിയോങ്ങിന് തലപ്രാന്ത് പിടിക്കും. അവൾ വേഗം തന്നെ ആ ഓഡിറ്റോറിയത്തിൽ നിന്ന് അങ്ങ് പുറത്തോട്ട് ഇറങ്ങും. നമ്മുടെ ചാനും അതേപോലെ തന്നെ യൂൻഗോലൊക്കെ നല്ല കിടിലമായിട്ടാണ് കേട്ടോ അവിടെ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടെ നമ്മുടെ ചാനാണെങ്കിൽ ലാസ്റ്റില് ഒരു പാട്ട് പാടാനായിട്ട് ഇറങ്ങും. എന്നിട്ട് അവൻ പറയും, ഇത് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പെൺകുട്ടിക്ക് വേണ്ടിയിട്ടാ എന്ന്. എന്നിട്ട് അവൻ അവിടെ എല്ലാം പരതി നോക്കും. എന്നാൽ അവിടെ എങ്ങും നമ്മുടെ സിയോങ്ങിനെ കാണത്തില്ല. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ സിയോങ് ആണെങ്കിൽ ഓഡിറ്റോറിയത്തിൻ്റെ പുറത്തായിട്ട് ഭയങ്കര ടെൻഷൻ അടിച്ച് വന്നിരിക്കുന്ന. അവളാണെങ്കിൽ ആലോചിക്കും, ഇങ്ങനെയായിരുന്നെങ്കിൽ ഞാൻ എന്തോത്തിന് ഇവിടെ ടൈം ട്രാവൽ ചെയ്ത് വന്നാൽ ഞാൻ എന്ത് ചേഞ്ച് ആക്കാൻ വേണ്ടിയിട്ടാണ്? ഞാൻ ഒട്ടും വിചാരിച്ചില്ല എൻ്റെ അമ്മയുടെ ഫസ്റ്റ് ലവ് എന്ന് പറയുന്നത് എൻ്റെ അച്ഛൻ തന്നെ ആയിരിക്കുമെന്ന്. അച്ഛൻ നല്ലതുപോലെ സ്പൈസി ഫുഡ് കഴിക്കുകയും ചെയ്യും. എങ്കിലും ഞാൻ ഇതൊന്നും ആദ്യമേ ആലോചിച്ചില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സിയോങ് ഭയങ്കര വിഷമിച്ചിരിക്കും. അവൾക്കാണെങ്കിൽ ഒന്നും മനസ്സിലാവത്തില്ല. അവൾ വിചാരിക്കും, എന്നാലും ഞാൻ എന്തോത്തിന് ഇവിടേക്ക് ടൈം ട്രാവൽ ചെയ്ത് വന്നത്? എൻ്റെ പർപ്പസ് തന്നെ എന്തായിരുന്നു? ഞാൻ വെറുതെ എൻ്റെ ടൈം ഇവിടെ വേസ്റ്റ് ആക്കിയതെന്ന് പറഞ്ഞ് അവളിരുന്ന് കരയുന്നതും അവിടേക്ക് നമ്മുടെ നരച്ച മുടിയുള്ള ആ ചായ എന്ന് പറയുന്ന ആളില്ലേ, അയാളിങ്ങനെ പാസ് ചെയ്തു പോകും. നമ്മുടെ സിയോങ് കരയുന്ന കാണുന്ന അയാൾ വന്നിട്ട് ചോദിക്കും, എന്ത് പറ്റി മോളെ, നീ എന്തിനാ കരയുന്നേ എന്ന്. പെട്ടെന്ന് നമ്മുടെ സിയോങ് പറയും, എനിക്ക് പ്രശ്നമൊന്നുമില്ല. അല്ല നിങ്ങളാരാ? ഇവക്കാണെങ്കിൽ ആ ചായനെ തിരിച്ചറിയുന്ന കൂടിയില്ലായിരുന്നു. പെട്ടെന്ന് തന്നെ അയാൾ പറയും, എനിക്ക് ആൾ മാറിപ്പോയതാ എന്ന് പറഞ്ഞിട്ട് അയാൾ അവിടെ നിന്ന് അങ്ങോട്ട് പോയിട്ട് പെട്ടെന്ന് തന്നെ നമ്മുടെ സിയോങ്ങിൻ്റെ കയ്യിലായിട്ട് ഒരു കർച്ചീഫ് കൊണ്ടുവന്ന് കൊടുക്കും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മളുടെ ചാനിൻ്റെയൊക്കെ ആ പെർഫോമൻസ് ഒക്കെ നല്ലതുപോലെ അവസാനിക്കുന്ന. അവനാണെങ്കിൽ ഇപ്പോൾ ഭയങ്കര ഫാൻസാണ്, പെൺപിള്ളാരെ കൊണ്ട് വട്ടം വളഞ്ഞ് നിൽക്കുക. പെട്ടെന്ന് തന്നെ നമ്മുടെ ചാനാണെങ്കിൽ ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആയിട്ട് അവിടെ നിന്ന് ഇറങ്ങി അങ്ങ് പോകും. നമ്മുടെ യൂൻഗോലിനും മനസ്സിലാവത്തില്ല, അതായത് സിയോങ് ഇപ്പോൾ എവിടെയാ പോയത് എന്ന്. സിയോങ്ങിൻ്റെ പൊടി പോലും ഇല്ലായിരുന്നല്ലോ. അവളാണെങ്കിൽ അവൾക്ക് ആരെ ഇഷ്ടമെന്നുള്ള കാര്യം ആരടുത്ത് റിവീലാക്കിയതും ഇല്ല. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെല്ലാവരും കൂടി ഒരു ടീം ഡിന്നർ തന്നെ പ്ലാൻ ചെയ്യുന്നതാണ്. അവിടെയാണെങ്കിൽ ഇപ്പം 3 പേരില്ല. ഒന്ന് നമ്മുടെ യൂൻഗോയിൽ, സിയോങ്, അതേപോലെ തന്നെ യൂന എന്തുകൊണ്ടാണ് ഇവിടെ പെർഫോമൻസ് കാണാൻ വരാഞ്ഞെന്നും ആർക്കും അറിയത്തില്ല. ഇവരെല്ലാവരും ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങുന്നേ നമ്മുടെ ചാന എഴുന്നേറ്റ് നിന്നിട്ട് പറയും, നിങ്ങളെല്ലാവരും കൊള്ളാം. എന്തായിരുന്നാലും നമ്മളുടെ ടീമിലുള്ള ഈ 3 പേരില്ലാഞ്ഞിട്ടും നിങ്ങൾ ഫുഡ് കഴിക്കുന്നതിനെ പറ്റിയാണല്ലോ ആലോചിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ചാന അവിടെ കിടന്ന് നല്ലതുപോലെ വഴക്കുണ്ടാക്കും. എന്നിട്ട് അവൻ പറയും, ഞാനൊരിക്കലും നിങ്ങളുടെ പാർട്ടിക്ക് ജോയിൻ ചെയ്യത്തില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ചാന അവിടെ നിന്നങ്ങ് പോകും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ യൂനേനെയാണ്. അവളാണെങ്കിൽ ഇപ്പോൾ അവളുടെ വീട്ടിലായിരുന്നു. പെട്ടെന്ന് തന്നെ നോക്കുമ്പോൾ എന്താ അവൾക്ക് ഒരുപാട് വാക്സിൻ ഇത് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതായത് എല്ലാം നമ്മുടെ ചാനലിൻ്റെ അടുത്തുനിന്ന്. അവരാണെങ്കിൽ ഇവർക്ക് തുരുതുരാ മെസ്സേജ് അയക്കും. എന്ത് ചോദിക്കും, നീ എന്താ ഇന്ന് പ്രോഗ്രാമിന് വരാഞ്ഞത്? ഞാൻ നിന്നെ കാണാൻ വേണ്ടിയിട്ട് നിന്റെ വീടിൻ്റെ മുമ്പിലായിട്ട് വന്നിട്ടുണ്ട് എന്ന്. അവസാനം നമ്മുടെ യൂനയാണെങ്കിൽ ഗതി കേട്ടിട്ട് പുറത്തോട്ട് ഇറങ്ങും. നമ്മുടെ ചാനാണെങ്കിൽ ഇപ്പോൾ യൂനെ കണ്ടിട്ട് ചോദിക്കാൻ വേണ്ടിയിട്ടിരിക്കുന്ന തന്നെ, നീ എന്തുകൊണ്ടാണ് ഇന്ന് പ്രോഗ്രാം കാണാൻ വരാഞ്ഞേ എന്നാ. ഇങ്ങനെ അവനാണെങ്കിൽ സൈൻ ലാംഗ്വേജ് വെച്ചിട്ട് നമ്മുടെ യൂനെ എടുത്ത് സംസാരിക്കും. അപ്പോൾ യൂനിക്കാണെങ്കിൽ അങ്ങ് ഭയങ്കര ദേഷ്യം വരും. അവളാണെങ്കിൽ ചോദിക്കും, നീ എന്നെ കളിയാക്കുവാണോ? എനിക്ക് ഓൾറെഡി ചെവി കേൾക്കത്തില്ല. പിന്നീട് ഞാൻ എന്തോത്തിനാണ് നിന്റെ പെർഫോമൻസ് കാണാൻ വേണ്ടിയിട്ട് അവിടെ ഇട്ട് വരുന്നത്? എനിക്കാണെങ്കിൽ ഒന്നും മനസ്സിലാവാത്ത കൂടിയില്ല. ഇത് കേൾക്കുന്നേ നമ്മളുടെ ചാനാണെങ്കിൽ അവളെ പറഞ്ഞ് മനസ്സിലാക്കും. ചില പാട്ട് എന്നൊക്കെ പറയുന്നത് അത് ചെവി കൊണ്ട് കേൾക്കാനുള്ളതല്ല, അത് ഫീൽ ചെയ്യാനുള്ളതാണ്. അത് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ചെവി വേണമെന്ന് നിർബന്ധമൊന്നുമില്ല എന്നൊക്കെ അവൻ പറയും. എന്നെ ഇതൊക്കെ കേൾക്കുന്നേ നമ്മുടെ യൂനിക്ക് ഭയങ്കര ദേഷ്യം വന്നിട്ട് അവളാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് അവനെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കും. എന്നാൽ നമ്മുടെ ചാനാണെങ്കിൽ ഇവളെ പിടിച്ചെടുത്ത് ചോദിക്കും, അല്ല നീ എന്തിനാ എൻ്റെ അടുത്ത് ഇപ്പോൾ ഇങ്ങനെയൊക്കെ അവോയ്ഡ് ചെയ്യുന്നത്? നിനക്ക് എന്താ എന്നെ ഇഷ്ടമല്ലേ? നീ എൻ്റെ അടുത്ത് ഓൾറെഡി പറഞ്ഞത് നിനക്ക് എന്നെ ഇഷ്ടമാണെന്നാണല്ലോ. നിനക്ക് എൻ്റെ ബാൻഡ് ഇഷ്ടമല്ലായിരുന്നെങ്കിൽ നീ എന്തോത്തിന് എന്നെ ഹെൽപ്പ് ചെയ്തത്? അങ്ങനെ ഇങ്ങനെ ഇവർ ഒരുപാട് കാര്യങ്ങൾ ചോദിക്കും. ഇതൊക്കെ കേൾക്കുന്നേ നമ്മുടെ യൂനയുടെ കണ്ണ് നല്ലതുപോലെ നിറയും. അവളാണെങ്കിൽ സത്യം പറഞ്ഞാൽ അവളോട്ട് വരാഞ്ഞത് തന്നെ സിയോങ് നമ്മൾ ഈ ചാൻ്റെ അടുത്ത് ഇഷ്ടമാണെന്ന് പറയൂ എന്ന് ആലോചിച്ചിട്ടല്ലേ. അവൾ വേഗം തന്നെ നമ്മുടെ ചാൻ്റെ കയ്യിലായിട്ടൊരു ലെറ്ററും കൊടുത്തിട്ട്
അവിടെ നിന്ന് അങ്ങ് പോവും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ യൂൻഗോലിനെയാണ്. അവനാണെങ്കിൽ നേരെ വന്ന് മീറ്റ് ചെയ്യുന്ന തന്നെ നമ്മുടെ സിയോങ്ങിൻ്റെ അടുത്താണ്. എന്നിട്ട് ചോദിക്കും, നീ എന്തുകൊണ്ടാണ് ആ ഫെസ്റ്റിവലിന് ഒന്നും പറയാണ്ട് അങ്ങ് ഇറങ്ങിപ്പോയേ എന്ന്. പെട്ടെന്ന് തന്നെ സിയോങ് പറയും, ഞാൻ എന്തോ പറയണമായിരുന്നു, എന്തായിരുന്നാലും ഞാൻ നിങ്ങൾ രണ്ടുപേരും ആരെയും ചൂസ് ചെയ്യത്തില്ല, അതുമാത്രം നീ അറിഞ്ഞാൽ പോരെ. സത്യം പറഞ്ഞാൽ നമ്മുടെ യൂൻഗോയിൽ ഇങ്ങനെയൊക്കെ കേൾക്കുന്നതിന് ഭയങ്കര സങ്കടമാവും. ഉടനെ തന്നെ നമ്മളുടെ സിയോങ് പറയും, എന്തായിരുന്നാലും നമുക്ക് രണ്ടുപേർക്കിടയിൽ ഒന്നും നടക്കാൻ പോകുന്നില്ല. ഞാനാണെങ്കിൽ എവിടെ നിന്നാണോ വന്നത് അവിടേക്ക് തന്നെ തിരിച്ചു പോകാൻ പോവുക. നമ്മൾ രണ്ടുപേരും രണ്ട് വേൾഡിലാണ് ജീവിക്കുന്നത്, അതുകൊണ്ട് നമുക്കിടയിൽ ഇനി ഒന്നും നടക്കാൻ പോകുന്നില്ല എന്നും പറഞ്ഞിട്ട് നമ്മളുടെ സിയോങ് ആണെങ്കിൽ യൂൻഗോയിലിൻ്റെ അടുത്ത് സോറിയൊക്കെ പറയും. യൂൻഗോയിൽ അവളുടെ അടുത്തും സോറി പറയും. എന്നാൽ നമ്മുടെ സിയോങ് ഇപ്പോൾ ഭയങ്കര തകർന്നിരിക്കുമായിരുന്നു. അവളാണെങ്കിൽ പറയും, എനിക്കിവിടെ വന്ന് എൻ്റെ റീസൺ എന്താണെന്ന് കൂടി മനസ്സിലാവുന്നില്ല, എനിക്ക് ഒന്നിൻ്റെ ആൻസർ കിട്ടിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ അകത്തോട്ട് കയറിപ്പോവും. നമ്മുടെ യൂൻഗോലിന് നല്ല സങ്കടം വരും. അവനങ്ങനെ വിഷമിച്ച് അതിലിങ്ങനെ നടന്നു വരുന്നതും അവൻ നമ്മുടെ സിയോങ്ങിൻ്റെ കൂടെ സ്പെൻഡ് ചെയ്ത ഓരോ ടൈമൊക്കെ ആലോചിക്കും. സത്യം പറഞ്ഞാൽ നമ്മുടെ യൂൻഗോലാണെങ്കിൽ സിയോങ്ങിന് വേണ്ടിയിട്ടൊരു പാട്ട് പാടി കൊടുത്തില്ലേ, അവനിങ്ങനെ ഒരു കടയുടെ മുമ്പിൽ എത്തുന്നതും അതേ പാട്ട് തന്നെ ആ കടയിൽ ഇട്ടേക്കുന്നതും കേൾക്കും. പെട്ടെന്ന് തന്നെ നമ്മുടെ യൂൻഗോലാണെങ്കിൽ ആ കടയുടെ മുമ്പിലായിട്ടും ഇരിക്കും. ഇത് വേറെ ഏതുമല്ല, നമ്മളുടെ ആ വെളുത്ത മുടിയുള്ള ചായ എന്ന് പറയുന്ന ആളുടെ കട തന്നെയാണ്. അവിടെ ഇരിക്കുന്നതും ചായ വന്നിട്ട് ചോദിക്കും, നീ ഈ പാട്ട് കേട്ടിട്ട് ഇവിടെ ഇരുന്ന് വിഷമിക്കുന്നു എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നീ ഏതോ ഒരു പെണ്ണിനെ മിസ് ചെയ്യുന്നുണ്ട്. ഇത് കേൾക്കുന്നേ നമ്മുടെ യൂൻഗോയിൽ ഭയങ്കര ഞെട്ടിയിട്ട് അയാളെ തിരിഞ്ഞു നോക്കിയിട്ട് ചോദിക്കും, അത് നിങ്ങൾക്ക് ഇങ്ങനെ മനസ്സിലായി? അപ്പം അയാൾ പറയും, എനിക്ക് നന്നായിട്ടറിയാം, ഈ പാട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. എന്തോ പറ്റി, നിനക്ക് ഏതെങ്കിലും പെങ്കൊച്ചിനെ ഇഷ്ടമാണോ? പെട്ടെന്ന് തന്നെ നമ്മുടെ യൂൻഗോയിൽ പറയും, എനിക്ക് അറിയത്തില്ല എനിക്ക് അവളെ ഇഷ്ടമാണോ അല്ലേ എന്ന്. ഞങ്ങളുടെ ലവ് എന്ന് പറയുന്നത് അത്ര പോസിബിൾ ആയിട്ടുള്ള ഒന്നുമല്ല. ഞാനും അവളും തമ്മിൽ ഏകദേശം 28 വയസ്സിൻ്റെ ഡിഫറൻസോളം ഉണ്ട്. എനിക്കാണെങ്കിൽ എന്ത് വേണമെന്ന് അറിയത്തില്ല, പക്ഷേ അവളാണെങ്കിൽ എൻ്റെ അടുത്ത് മിണ്ടാതെ വേറെ ആർത്തേലൊക്കെ മിണ്ടിക്കഴിഞ്ഞാൽ എനിക്ക് നല്ല സങ്കടം വരും, എനിക്ക് എന്തോ പോലെ ഫീൽ ചെയ്യും. ഇത് കേൾക്കുന്ന ആ ചായ ആണെങ്കിൽ നമ്മളുടെ യൂൻഗോലിനെ പറഞ്ഞ് മനസ്സിലാക്കും, മോനെ അത് തന്നെയാണ് പ്രേമം, നിനക്ക് അവളുടെ അടുത്ത് ഇഷ്ടമാണ് എന്ന്. പെട്ടെന്ന് തന്നെ നമ്മുടെ യൂൻഗോയിലും അയാളുടെ അടുത്ത് ഒരുപാട് കാര്യങ്ങളൊക്കെ സംസാരിക്കും. ഇയാൾ പറയും, പ്രേമത്തിന് കണ്ണും മുക്കൊന്നുമില്ല, നീ എന്താന്ന് വെച്ചാൽ നിന്റെ മനസ്സിൽ തോന്നുന്നത് പോലെ ചെയ്യുക എന്ന്. അതേപോലെ തന്നെ നമ്മുടെ സിയോങ്ങിനെ കാണിക്കും. അവക്കാണെങ്കിൽ ഇപ്പോൾ ഒരു നിമിഷം കൂടി ഇവിടെ നിൽക്കണമെന്നില്ല, അവൾക്ക് എങ്ങനെയെങ്കിലും അവളുടെ പേരൻസിൻ്റെ അടുത്തോട്ട് പോയാൽ മതി, അതായത് 2023 അവൾ അങ്ങനെ അതൊക്കെ പ്ലാൻ ചെയ്തിട്ട് വേഗം തന്നെ അവളുടെ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്ത് അവിടെ നിന്ന് പോകാനായിട്ട് ഒരുങ്ങും. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ യൂൻഗോയിലാണെങ്കിൽ യൂനയുടെ വീട്ടിലായിട്ട് വരുന്നതും അവിടെയായിട്ട് നമ്മുടെ യൂനയുടെ ആ സ്റ്റെപ്പ് സിസ്റ്ററിലെ അവളാണെങ്കിൽ അവിടെ നിന്നിട്ട് സംസാരിക്കുന്നത്. അതും ഏതോ ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് അവൾ പറയും, ഈ സിയോങ് ഇപ്പോൾ ഭയങ്കര വിയേർഡായിട്ടാണ് നടക്കുന്നത്, അവളുടെ നടത്തവും പെരുമാറ്റമൊക്കെ വേറെ ഏതോ ഒരാളിനെ പോലാണ്. അവളിപ്പോൾ പറഞ്ഞിരിക്കുന്നത് തന്നെ അവൾ നേരെ US തിരിച്ചു പോകുക എന്ന, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്നൊക്കെ ഇവളുടെ നിന്ന് സംസാരിക്കും. ഇതൊക്കെ കേൾക്കുന്നത് നമ്മുടെ യൂൻഗോയിൽ കേട്ട് ഭയങ്കര ഷോക്കായിപ്പോൾ. അവൻ വന്നിട്ട് ഈ പെണ്ണിൻ്റെ അടുത്ത് ചോദിക്കും, നീ പറഞ്ഞത് സത്യമാണോ, സിയോങ് ഇവിടെ വന്ന് പോകുവാണോ എന്ന്. ആ പെണ്ണ് അതെ എന്ന് പറയും. ഇത് കേൾക്കുന്നേ നമ്മുടെ യൂൻഗോയിൽ വേഗം തന്നെ നമ്മുടെ സിയോങ്ങിനെ കാണാൻ വേണ്ടിയിട്ട് എയർപോർട്ടിലായിട്ട് വരും. നമ്മുടെ സിയോങ് ഇപ്പോൾ എയർപോർട്ടിൽ നിൽക്കുവാണ്. അവളാണെങ്കിൽ ഇതേ ഡോർ വഴി തന്നെയായിരുന്നല്ലോ ടൈം ട്രാവൽ ചെയ്തിട്ട് 2023 1995 വന്നത്. അവളങ്ങനെ ആ ഡോർ വഴി തന്നെ വീണ്ടും തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കും. അവൾ ആ ഡോർ പാസ് ചെയ്ത് നോക്കും, എന്നാൽ അവൾക്ക് ടൈം ട്രാവൽ ചെയ്ത് പോകാൻ പറ്റത്തില്ല. ഇപ്പോൾ അവളാണെങ്കിൽ എയർപോർട്ടിൻ്റെ ഫ്രണ്ടിലായിട്ട് ഇങ്ങനെ മഴയും നനഞ്ഞിരിക്കുക. പെട്ടെന്ന് തന്നെ അവിടേക്ക് നമ്മുടെ യൂൻഗോയിൽ വരും. എന്നിട്ട് അവൻ ചോദിക്കും, എന്തിനാ നീ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നേ എന്ന്. അപ്പോൾ നമ്മുടെ സിയോങ് പറയും, എനിക്ക് തിരിച്ച് എൻ്റെ നാട്ടിലോട്ട് പോകാനുള്ള വഴി അറിയത്തില്ല, എനിക്ക് പോകാൻ പറ്റുന്നില്ല എന്ന്. ഇത് കേൾക്കുന്നേ നമ്മുടെ യൂൻഗോയിലാണെങ്കിൽ സിയോങ്ങിനെ സമാധാനിപ്പിക്കും. എന്നിട്ട് പറയും, നീ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട, ഞാൻ നിന്നെ ഉറപ്പായിട്ടും നിന്റെ സ്ഥലത്തോട്ട് കൊണ്ടുപോവാ എന്ന്. അതിനുവേണ്ടിയുള്ള എന്ത് സഹായവും ഞാൻ ചെയ്തു തരാം. എന്നാൽ ഇവിടെ നമ്മുടെ യൂൻഗോയിൽ പറയുന്നത് ഇവളെ എങ്ങനെയെങ്കിലും US എത്തിക്കാവുന്ന. ഇവനാണെങ്കിൽ ഒരു ഐഡിയയും ഇല്ലല്ലോ, അവളും ഇവനെ പോലെ തന്നെ ടൈം ട്രാവൽ ചെയ്ത് വന്നതാ എന്ന്. സത്യം പറഞ്ഞാൽ ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന അവിടെയുള്ള ആ മാസ്റ്ററിലെ ഇതെല്ലാം അവിടെ നിന്ന് TV കണ്ടുകൊണ്ടിരിക്കുക. അയാളാണെങ്കിൽ ഇവരുടെ ലൈഫെല്ലാം കണ്ടിട്ട് ഇങ്ങനെ സ്വന്തമായിട്ട് പറയും, അവസാനം നീ നിന്റെ ഹെൽപ്പറിനെ കണ്ടുപിടിച്ചു എന്ന്. കൂട്ടത്തിൽ തന്നെ അയാളാണെങ്കിൽ പുറത്ത് ആകാശത്തായിട്ട് നോക്കും. അവിടെയാണെങ്കിൽ ചന്ദ്രൻ 2ആയിട്ട് സ്പ്ലിറ്റ് ആയിരുന്നു. ഈ എപ്പിസോഡ് ഇവിടെ വെച്ച് അവസാനിക്കുന്നു. ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നെന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. ഇറ്റ്സ് സൈനിങ് ഓഫ് MDC.